Measurement of pressure. Today we have to discuss about manometers and barometer. Instruments used to measure pressure are called manometers. But barometer is a device used to measure atmospheric pressure. First of all, we have to discuss mercury barometer. ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് ടോറിസെല്ലിയാണ് മെർക്കുറി ബാരോമീറ്റർ ഡിസൈൻ ചെയ്തത്. ഇത് മെർക്കുറി ഫില്ല് ചെയ്ത ഒരു ട്രഫിൽ ഒരു ലോങ് ഗ്ലാസ് ട്യൂബ്, വൺ എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ലോങ് ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി ഫില്ല് ചെയ്ത് ഇൻവേർട്ടഡ് പൊസിഷനിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഫിഗറിൽ കാണുന്നത് പോലെ the space above the mercury column in the tube contains only mercury vapor whose pressure P is so small that it may be neglected. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലായിട്ടുള്ള ട്യൂബിൻ്റെ മുകളിലായിട്ട് കാണുന്ന മെർക്കുറി വേപ്പറിൻ്റെ പ്രഷർ വളരെ ചെറുതാണ്. സോ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. ദ പ്രഷർ ഇൻസൈഡ് ദ കോളം അറ്റ് എ പോയിൻറ്റ് ബി must be equal to the pressure at a point C, which is at the same level. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാം ബിയും സിയും സെയിം ലെവലാണ്. അതുകൊണ്ട് ആ രണ്ട് പോയിൻറ്റ്സിലെയും പ്രഷറും സെയിം ലെവലായിരിക്കും. സി ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ആ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി എ. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി C equal to pressure at B, and it is equal to, we know that, rho GH. Here rho is the density of mercury, G is the acceleration due to gravity, and H is the height of the mercury column. Here ഈ കേസിൽ നമ്മൾ H എന്ന് പറയുന്നത് ആ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA is equal to rho GH. സി ലെവലിൽ ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളം ഈസ് ടേക്കൺ ആസ് 76 സെൻറ്റിമീറ്റർ. സോ 1 atmosphere ഈസ് ഈക്വൽ ടു 76 സെൻറ്റിമീറ്റർ ഓഫ് Hg. മെർക്കുറിയുടെ ഡെൻസിറ്റി ഹൈ ആയതുകൊണ്ട് നമുക്ക് ട്യൂബിൻ്റെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ബാരോമീറ്ററിൽ നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുന്നത്. ആൻഡ് mercury does not wet glass. Also, it has a shining surface. Next, open tube manometer. An open tube manometer is a useful instrument for measuring pressure differences. It consists of a U-tube containing a suitable liquid. That is, a low density liquid such as oil for measuring small pressure difference, and a high density liquid such as mercury for large pressure difference. സ്മോൾ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ലോ ഡെൻസിറ്റി ലിക്വിഡും ലാർജ് പ്രഷർ ഡിഫറൻസിനാണെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിക്വിഡുമാണ് യൂസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണുന്നത് പോലെയാണ് മാനോമീറ്ററിൻ്റെ ഡിസൈൻ. One end of the tube is open to the atmosphere and other end is connected to the system whose pressure we want to measure. The point P at A is equal to pressure at point B. ഈ ട്യൂബിൽ കാണുന്ന എ ബി എന്നീ രണ്ട് പോയിൻറ്റ്സിലുള്ള പ്രഷർ സെയിം ആയിരിക്കും. ഹിയർ ദ ഗേജ് പ്രഷർ ഈസ് മെഷേർഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാനോമീറ്റർ ഹൈറ്റ് H. ഗേജ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നു. P മൈനസ് PA എന്ന് പറയുന്നതാണ് ഗേജ് പ്രഷർ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റോ GH. H എന്ന് പറയുന്നത് മാനോമീറ്ററിലെ ഹൈറ്റിന് ഇക്വാലൻ്റാണ്. ഇങ്ങനെയാണ് ഒരു മാനോമീറ്ററിൻ്റെ വർക്കിംഗ്. പ്രഷർ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. SI unit of pressure is Pascal. The common unit of pressure is atmosphere.
and it is equal to 1 atm is equal to 1.013 into 10 raised to 5 Pascal. Another unit of pressure are torr. ടോറിസെല്ലിയുടെ പേരിലാണ് ടോർ എന്ന യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1 torr is the pressure equivalent to 1 mm of Hg and it is equal to 133 Pascal. The millimeter of Hg and torr are used in medicine and physiology. In meteorology, the common unit is bar and millibar. 1 bar is equal to 10 raised to 5 Pascal. Now, applications of Pascal's law. We have to discuss the applications hydraulic lift and hydraulic brakes. Hydraulic lift and hydraulic brakes are based on Pascal's law. Hydraulic lift നമ്മൾ വർക്ക്ഷോപ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാറ് മുതലായ വെഹിക്കിൾസൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ ഹൈറ്റിലേക്ക് ഉയർത്തി വച്ചിരിക്കുന്നത്. ആ ഡിവൈസിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ എ ഹൈഡ്രോളിക് ലിഫ്റ്റ് 2 pistons are separated by the space filled with a liquid as shown in figure. A piston of small cross-section area A1 is used to exert a pressure F1 directly on the liquid. F1 എന്ന ഫോഴ്സ് A1 എന്ന ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അതൊരു സ്മോൾ ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നത്. The pressure on the first piston is P is equal to F1 A1. Pascal's law അനുസരിച്ച് this pressure is transmitted throughout the liquid. പാസ്കൽസ് ലോയുടെ ഒരു സെക്കൻഡ് സൈഡ് അതാണ്. നമ്മൾ ഒരു ലിക്വിഡിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ദാറ്റ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ലിക്വിഡ്. സോ ഇൻ ദിസ് കേസ് then the upward force on the second piston is F2 is equal to PA2. So we can write F1 by A1 is equal to F2 by A2. Therefore, we can write F2 is equal to F1 by A1 into A2. അപ്പോൾ നമുക്ക് സെക്കൻഡ് പിസ്റ്റണിൽ കിട്ടുന്ന ഫോഴ്സ് ലാർജ് ആയിരിക്കും. Then the piston is capable of supporting a large force, large weight of say a car or a truck placed on the platform. എത്ര വലിയ വെയിറ്റ് വേണമെങ്കിലും ഉയർത്താൻ തക്ക ഏബിൾ ആയിരിക്കും സെക്കൻഡ് പ്ലാറ്റ്ഫോം. Thus, the applied force has been increased by a factor A2 by A1. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചെറിയൊരു ഫോഴ്സ് ആയിരിക്കും, പക്ഷേ A2 by A1 എന്നൊരു ഫാക്ടർ ഇവിടെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഫാക്ടർ ഈസ് കോൾഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിവൈസ്. ബൈ ചേഞ്ചിങ് ദ ഫോഴ്സ് അറ്റ് A1 the platform can be moved up or down. ഈ പ്ലാറ്റ്ഫോമിനെ മുകളിലേക്കും താഴേക്കും ഉയർത്താനായിട്ട് A1ൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. Then next is hydraulic brakes. വളരെ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ച് വലിയ വാഹനങ്ങളെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ബ്രേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്സ് എന്ന് പറയുന്നത്. ലിക്വിഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഹൈഡ്രോളിക് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് ബ്രേക്സ് വെൻ വി അപ്ലൈ എ ലിറ്റിൽ ഫോഴ്സ് ഓൺ ദ പെഡൽ. ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിത്ത് ഓർ ഫുട്ട് ദ മാസ്റ്റർ പിസ്റ്റൺ മൂവ്സ് ഇൻസൈഡ് ദ മാസ്റ്റർ സിലിണ്ടർ and the pressure caused is transmitted through the brake coil
to act on a piston of larger area. ഇപ്പോൾ പെഡൽ ഉപയോഗിച്ച് നമ്മളൊരു ചെറിയ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ആ മാസ്റ്റർ സിലിണ്ടറിലേക്ക് കൂടുതൽ പ്രഷർ അപ്ലൈഡ് ആവുകയും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബ്രേക്ക് ഓയിലാണ്. അങ്ങനെ ഒരു ലാർജർ ഏരിയയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. A large force acts on the piston and is pushed down, expanding the brake shoes against the brake lining. അപ്പോൾ ബ്രേക്ക് ലഭിക്കാനായി ബ്രേക്ക് ഷൂസ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. Thus, a small force on the pedal produces a large retarding force on the wheel. ഈ ബ്രേക്ക് ഷൂസ് വീൽസായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ വീൽസിനെ ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നു. The pressure set up by the pressing pedal is transmitted equally to all cylinders attached to the 4 wheels so that the braking effort is equal on all wheels. അതാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്.